ഇഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായ ടേസ്റ്റുള്ള ഒരു ബീഫ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരെ അതിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ബീഫ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/4 കിലോ ബീഫാണ്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ പിന്നെ വേണ്ടത് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരു 2 ടേബിൾ സ്പൂൺ കണക്കിന് അതിട്ട് കൊടുക്കുന്നുണ്ട്, ഒരുമിച്ച് ചതച്ചെടുത്തതാണ്. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ഇഞ്ച് വലിപ്പത്തിനുള്ള പട്ട, ഒരു 3 ഏലക്ക, ഒരു തക്കോലത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 കഷ്ണം രമ്പയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു 1.5 സവാള അരിഞ്ഞതും ഒരു 2 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിനെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി തക്കാളി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് ജസ്റ്റ് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുതിനയിലയും കൂടെ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഇട്ട് ഇതുപോലെ തന്നെ ഒന്ന് ചിക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് നന്നായി വെന്തതാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 1/4 ടീസ്പൂൺ തന്നെ ഏലക്ക പൊടിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ നമ്മളെ ബീഫിൽ ആ മസാലയുടെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കണം. ഇനി ഇതിൽ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ സമയത്ത് ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു പരുവത്തിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കർ വേവിക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ബീഫ് വേവിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ മസാലയൊക്കെ കണ്ടോ, നമ്മളെ ബീഫിൽ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനിയൊരു 2-3 മിനിറ്റും കൂടെ നമുക്കിത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകണ്ട. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ഓക്കേ, ബൈ.